അമേരിക്കയിൽ വർഷങ്ങളായി ജോലി ചെയ്യുകയും കുടുംബത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളി IT പ്രൊഫഷണലുകളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: അമേരിക്കൻ ഗ്രീൻ കാർഡ് അഥവാ പെർമനന്റ് റെസിഡൻസി സ്വന്തമാക്കുക എന്നത്. എന്നാൽ നിലവിലെ വിസ നിയമങ്ങളിലെ സങ്കീർണത കാരണം പലർക്കും പതിറ്റാണ്ടുകളോളം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആശ്വാസകരവും വിപ്ലവകരവുമായ ഒരു പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയിൽ തുടർച്ചയായി 7 വർഷം പൂർത്തിയാക്കിയവർക്ക്, അത് H1B വിസക്കാരാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, മറ്റ് ദീർഘകാല താമസക്കാരാകട്ടെ, അവർക്കെല്ലാം ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ അവസരമൊരുക്കുന്ന പുതിയ നിയമനിർമ്മാണത്തിന് തുടക്കമായിരിക്കുന്നു. കാലിഫോർണിയയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെനറ്റർ അലക്സ് പാണ്ടില്ല പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിച്ച ഈ ചരിത്രപ്രധാനമായ ബില്ലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ പ്രയോജനം ഇന്ത്യക്കാർക്ക് എങ്ങനെ ലഭിക്കും എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടി സെനറ്ററായ അലക്സ് പാഡില്ല അവതരിപ്പിച്ച ഈ ബില്ലിന്റെ പേര് റിന്യൂവിംഗ് ഇമിഗ്രേഷൻ പ്രൊവിഷൻസ് ഓഫ് ദ ഇമിഗ്രേഷൻ ആക്ട് ഓഫ് 1929 എന്നാണ്. സത്യത്തിൽ ഇതൊരു പുതിയ നിയമമല്ല, മറിച്ച് 1929 അമേരിക്കയിൽ നിലവിൽ വന്ന ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ 249 അഥവാ രജിസ്ട്രി പ്രൊവിഷൻ പുതുക്കുന്നതിനുള്ള ഭേദഗതിയാണ്. എന്താണ് ഈ രജിസ്ട്രി പ്രൊവിഷൻ എന്ന് ഒന്ന് നോക്കാം. അമേരിക്കയിൽ നിശ്ചിത വർഷങ്ങൾക്ക് മുൻപ് എത്തിയ, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്ത, നല്ല സ്വഭാവ മഹിമയുള്ള ദീർഘകാല താമസക്കാർക്ക് നേരിട്ട് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ അവസരം നൽകുന്ന ഒരു പ്രത്യേക വകുപ്പാണിത്. എന്നാൽ ഈ നിയമത്തിൽ ഒരു വലിയ പോരായ്മയുണ്ടായിരുന്നു. 1986 റൊണാൾഡ് റേഗൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഇതിന്റെ കട്ട് ഓഫ് തീയതി അവസാനമായി പുതുക്കിയത്. അതായത് 1972 ജനുവരി 1 മുൻപ് അമേരിക്കയിൽ എത്തിയവർക്ക് മാത്രമേ ഈ വകുപ്പ് പ്രകാരം ഗ്രീൻ കാർഡ് ലഭിക്കുകയുള്ളായിരുന്നു. 1972 ശേഷം വന്നവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല എന്ന അവസ്ഥ വന്നതോടെ ഈ നിയമം പ്രായോഗികമായി ഉപകാരമില്ലാത്തയായി. 2015 മുതൽ 2019 വരെയുള്ള കാലയളവിൽ വെറും 305 പേർക്ക് മാത്രമാണ് ഈ നിയമം വഴി ഗ്രീൻ കാർഡ് ലഭിച്ചത്. ഇവിടെയാണ് സെനറ്റർ അലക്സ് പാഡില്ലയുടെ പുതിയ ഭേദഗതി പ്രസക്തമാകുന്നത്. പുതിയ ബില്ല് പ്രകാരം പഴയ കട്ട് ഓഫ് തീയതിയായ 1972 പൂർണ്ണമായും ഒഴിവാക്കും. പകരം റോളിംഗ് 7-year റെസിഡൻസി മാനദണ്ഡമാക്കും. അതായത് ഏത് വർഷത്തിലെത്തിയാലും അമേരിക്കയിലെത്തി തുടർച്ചയായി 7 വർഷം നിയമപരമായി താമസിച്ചിട്ടുള്ള ഏത് വ്യക്തിക്കും ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വർഷാവർഷം കോൺഗ്രസ് നിയമം തിരുത്തേണ്ട ആവശ്യവും വരുന്നില്ല. ഈ ഒരു ഒറ്റ മാറ്റം കൊണ്ട് അമേരിക്കയിലുള്ള ഏകദേശം 80 ലക്ഷത്തോളം ആളുകൾക്ക് ഗ്രീൻ കാർഡിന് യോഗ്യത ലഭിക്കും എന്നാണ് കണക്കാക്കുന്നത്. ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് എന്ന് നോക്കാം. ജോലി ആവശ്യങ്ങൾക്കായി വർഷങ്ങളായി US തങ്ങുന്ന വിദഗ്ധ തൊഴിലാളികൾ, അതായത് H1B വിസ ഉടമകൾ, ചെറുപ്പത്തിലെ മാതാപിതാക്കളോടൊപ്പം US വളർന്ന കുട്ടികൾ, അതായത് ഡ്രീമേഴ്സ്, അതുപോലെ 21 വയസ്സ് തികയുമ്പോൾ വിസ കാലാവധി തീർന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന കുട്ടികൾ, അതായത് തൊഴിൽ വിസക്കാരുടെ മക്കൾ. അടുത്ത വിഭാഗം TPS ഉടമകളും ആവശ്യ സർവീസ് ജീവനക്കാരുമാണ്. പിന്നീടുള്ളവർ ദീർഘകാലമായി രാജ്യത്ത് സേവനം അനുഷ്ഠിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യക്കാർക്ക് പ്രയോജനമാണ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ബില്ല് പാസ്സായാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരായിരിക്കും. പ്രത്യേകിച്ച് IT, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രവാസികൾ. നിലവിൽ അമേരിക്കയുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നയത്തിൽ ഒരു 7% പെർ കൺട്രി ക്യാപ്പ് ഉണ്ട്. അതായത് ഒരു വർഷം നൽകുന്ന ആകെയുള്ള തൊഴിൽ വിസ ഗ്രീൻ കാർഡുകളുടെ 7% കൂടുതൽ ഒരു രാജ്യത്തിനും നൽകില്ല. ചെറിയ രാജ്യങ്ങൾക്കും ഇന്ത്യയെ പോലെ കോടിക്കണക്കിന് ജനങ്ങളുള്ള വലിയ രാജ്യങ്ങൾക്കും ഈ 7% പരിധി ഒരുപോലെയാണെന്നത് വലിയ അനീതിയായാണ് വിദഗ്ധർ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ 80% ഇന്ത്യക്കാരുടേതാണ്. ഇന്നൊരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ H1B വിസയിൽ ഗ്രീൻ കാർഡിനായി അപേക്ഷിച്ചാൽ ഗ്രീൻ കാർഡ് കയ്യിൽ കിട്ടാൻ 15 വർഷം മുതൽ 30 അല്ലെങ്കിൽ 40 വർഷം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. പലരുടെയും ജീവിതം മുഴുവൻ വിസ പുതുക്കലിലും അനിശ്ചിതത്തിലും കഴിയുന്നു. അലക്സ് പാണ്ടില്ലയുടെ ഈ പുതിയ ബില്ല് പാസ്സായാൽ 7 വർഷം US താമസിച്ച എല്ലാ H1B ജീവനക്കാർക്കും പെർ കൺട്രി ക്യാപ്പിന്റെ തടസ്സങ്ങളില്ലാതെ രജിസ്ട്രി പ്രൊവിഷൻ വഴി ഗ്രീൻ കാർഡിലേക്ക് എളുപ്പത്തിൽ വഴി തുറക്കും. ഈ നിയമനിർമ്മാണത്തിന് US സെനറ്റിൽ വൻ പിന്തുണയാണുള്ളത്. സെനറ്റ് ഡെമോക്രാറ്റിക് വിപ്പ് ഡിക് ഡർബിൻ ആണ് ബില്ലിന്റെ സഹനേതൃത്വം വഹിക്കുന്നത്. കൂടാതെ ബെർണി സാൻഡേഴ്സ്, എലിസബത്ത് വാറൻ, കേറി ബൂക്കർ,
ടമ്മി ഡക്വർത്ത്, ആദം ഷിഫ് തുടങ്ങിയ പ്രമുഖ സെനറ്റർമാരും 30-ലധികം പ്രമുഖ പൊതുജനക്ഷേമ സംഘടനകളും ഇതിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും കമ്മ്യൂണിറ്റികളെയും എല്ലാ ദിവസവും കെട്ടിപ്പടുക്കുന്ന ദീർഘകാല താമസക്കാരെ ഇനി കോൺഗ്രസിന് അവഗണിക്കാനാവില്ല എന്നാണ് സെനറ്റർ പണ്ടില്ല വ്യക്തമാക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കും ഭയത്തിനുമെതിരെ ന്യായമായൊരു പരിഹാരമായാണ് തങ്ങൾ ബില്ല് വഴി മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പതിറ്റാണ്ടുകളായി പഴക്കമുള്ള അപ്രായോഗികമായ അമേരിക്കൻ ഇമിഗ്രേഷൻ നയങ്ങളെ കാലോചികമായി പരിഷ്കരിക്കാനുള്ള നിർണായക ചുവടുവെപ്പാണിത്. എന്നാൽ ഈ ബില്ല് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും പാസ്സായി പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ നിയമമാകൂ എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഇത് സെനറ്റിൽ അവതരിപ്പിച്ച ഒരു സാധാരണ ബില്ല് മാത്രമാണ്. എങ്കിലും H-1B വിസക്കാരുടെയും മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികളുടെയും ദീർഘകാലത്തെ അനിശ്ചിതത്വത്തിന് പരിഹാരം കാണാനുള്ള ശക്തമായ രാഷ്ട്രീയ നീക്കമാണിത് എന്ന് പറയാം. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകൾ തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.